ഹായ്. കുട്ടികൾ വലിയ ബാഗുമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പാരൻസിന് പലപ്പോഴും ഉത്കണ്ഠയാണല്ലേ. നമ്മൾ ആലോചിക്കും എത്ര വെയിറ്റ് കൊടുത്തു വിടാം, ഇത്രയൊക്കെ വെയിറ്റ് ചുമന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭാവിയിൽ കഴുത്ത് വേദന വരുമോ, തോള് വേദന വരുമോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഉത്കണ്ഠപ്പെടാറുണ്ടല്ലേ. എന്നാൽ പല കുട്ടികളും ഇതുപോലെ പല കാരണങ്ങൾ കൊണ്ടും കഴുത്ത് വേദനയായിട്ടും തോള് വേദനയായിട്ടൊക്കെ ക്ലിനിക്സിലേക്ക് വരാറുമുണ്ട്. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മുടെ IAP, അതായത് പീഡിയാട്രീഷ്യൻസിന്റെ സംഘടനയായിട്ടുള്ള IAP ഒരു മാർഗനിർദ്ദേശം ഇറക്കുകയുണ്ടായി. അതായത് കുട്ടികൾക്ക് എത്ര വെയിറ്റ് ബാഗ് വരെ കൊണ്ടുപോകാം എന്നുള്ളൊരു മാർഗനിർദ്ദേശമാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആ മാർഗനിർദ്ദേശ പ്രകാരം കുട്ടികളുടെ വെയിറ്റിന്റെ 10 to 15%, അതായത് 10 മുതൽ 15% വരെ മാക്സിമം വെയിറ്റ് ആണ് കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പാടുള്ളത് സ്കൂൾ ബാഗിൽ. അതായത് ഒരു 25 കിലോ 25 കിലോ ഉള്ള കുട്ടിക്കാണെങ്കിൽ മാക്സിമം ഒരു 2.5 മുതൽ 3.25 കിലോ വരെ മാക്സിമം സ്കൂൾ ബാഗിന്റെ വെയിറ്റ് പാടുള്ളൂ. അതുകൊണ്ട് പേരൻസ് നമ്മുടെ കുട്ടികളുടെ വെയിറ്റ്, സ്കൂൾ ബാഗിന്റെ വെയിറ്റ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് വെയ് ചെയ്ത് നോക്കുക. അത് വെയിറ്റ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് അകത്ത് ചെക്ക് ചെയ്ത് കൂടി നോക്കുക. പലപ്പോഴും സ്കൂളിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളുടെ കൂടത്തിൽ തന്നെ അവർ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളും കൂടി 2 ബോക്സോ അല്ലെങ്കിൽ കുറേ കഥാപുസ്തകങ്ങളൊക്കെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക. അപ്പോൾ കുട്ടികളുടെ സ്കൂൾ ബാഗിന്റെ വെയിറ്റ് 10 to 15% ബോഡി വെയിറ്റിൽ കൂടാതെ നോക്കുക. അവർക്ക് ലോങ് ടേം ആയിട്ട് ഭാവിയിലേക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ്, അതായത് സ്പൈനിന്റെയും അതുപോലെ ജോയിന്റ്സിന്റെയൊക്കെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുക. താങ്ക് യു.